പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ SFI നേതാക്കളുടെ മർദ്ദനമേറ്റുവെന്ന പരാതി ഉയർന്ന വിദ്യാർത്ഥിനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത പോലീസ് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളിലും ഏർപ്പെട്ടു. അതേസമയം കേസ് അന്വേഷിക്കുന്ന ആറന്മുള CIയെ ചുമതലകളിൽ നിന്ന് മാറ്റി DYSP S നന്ദകുമാറിനെ ചുമതലയേൽപ്പിച്ചു. DYFI ബ്ലോക്ക് സെക്രട്ടറിയും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ ജെയ്സൺ ജോസഫിനെതിരെ പരാതി ഉന്നയിച്ച കടമ്പനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ നിളായസ് പണിക്കർ എന്ന വിദ്യാർത്ഥിക്കെതിരെ ജാമ്യമില്ലാ കേസെടുത്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. തള്ളിമാറ്റാൻ ശ്രമിച്ച പ്രവർത്തകർ പോലീസുമായി ഏറെ നേരം സംഘർഷമുണ്ടായി. തുടർന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ക്യാബിനറ്റ് പിക്നിക്ക് നടത്തി, എല്ലാ സ്ഥലങ്ങളിലും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് അതിൻ്റെ ഭാഗമായി കൊളസ്ട്രോളും കൂടി ഏമ്പക്കവും വിട്ടിരിക്കുന്ന കേരളത്തിൻ്റെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിക്ക് നാണവും മാനവുമുണ്ട് എങ്കിൽ ഈ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ കർശന നടപടിയെടുക്കുമെന്ന പോലീസിന്റെ ഉറപ്പിനെ തുടർന്നാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. അതേസമയം കേസന്വേഷണത്തിൽ നിന്ന് ആറന്മുള CIയെ മാറ്റി. പത്തനംതിട്ട DYSP S നന്ദകുമാറിനാണ് പുതിയ അന്വേഷണ ചുമതല. 24 പത്തനംതിട്ട.